നമസ്തേ. സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കുറച്ച് ഡെയിലി ആവശ്യമുള്ള ഹിന്ദി സെൻറ്റൻസുകൾ നോക്കാം. താങ്കൾ എവിടെയെങ്കിലും പോവുകയാണോ? അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പോവുകയാണോ എങ്ങനെ ചോദിക്കാം? ആപ് കഹീം ജാ രഹേ ഹോ. കഹീം എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും. കഹീം എവിടെയെങ്കിലും. ആപ് കഹീം ജാ രഹേ ഹോ. താങ്കൾ എവിടെയെങ്കിലും പോവുകയാണോ? ആപ് കഹാം ജാ രഹേ ഹോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ പോവുകയാണെന്ന്. ആപ് കഹീം ജാ രഹേ ഹോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എവിടെയെങ്കിലും പോവുകയാണോ? വരൂ, ഞാൻ നിങ്ങളെ വിടാം, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊണ്ടുവിടാം. അതെങ്ങനെ ഹിന്ദി പറയും? വരൂ എന്നുള്ളതിന് ചലോ, നമുക്ക് പോകാം എന്നുള്ള അർത്ഥത്തിൽ പറയുന്ന ചലോ മേ ആപ്കോ ഛോഡ് ദേത്താ ഹൂം. മേ ആപ്കോ ഛോഡ് ദേത്താ ഹൂം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ കൊണ്ടുവിടാം. എവിടാ നിങ്ങൾക്ക് പോകണം? ജഹാം ആപ്കോ ജാനാ ഹേ മേ ആപ്കോ ഉദർ ഛോഡ് ദേത്താ ഹൂം. നിങ്ങൾക്ക് എവിടാണോ പോകേണ്ടത് അവിടെ നിങ്ങളെ ഞാൻ വിടാം. ഛോഡ് ദേത്താ എന്ന് പറഞ്ഞാൽ കൊണ്ടാക്കാം എന്നുള്ള അർത്ഥമാണ്. അതിൻ്റെ ആവശ്യമില്ല. അതെങ്ങനെ പറയും? ഉസ്കി കോയി ജരൂരത് നഹി. അതിൻ്റെ ആവശ്യമില്ല. ഉസ്കി കോയി, അതിൻ്റെ ഒരാവശ്യവുമില്ല. ഉസ്കി കോയി ജരൂരത് നഹി. ഞാൻ നടക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇറങ്ങിയതാണ്. അതെങ്ങനെ പറയും? മേ ചൽനെ കേ ലിയേ ഹി. ചലനെ കേലിയ എന്ന് പറഞ്ഞാൽ നടക്കാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് തന്നെ എന്ന് കാണിക്കാനാണ് ഹീ എന്നൂടെ ചേർക്കുന്നത്. ചലനെ കേലിയേ ഹി നിക്കലാഹൂം, ഇറങ്ങിയതാണ്. മേ ചലനെ കേലിയേ ഹി നിക്കലാഹൂം, ഞാൻ നടക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇറങ്ങിയതാണ്. നിക്കൽന എന്നുള്ളതിന് ഇറങ്ങുക അല്ലെങ്കിൽ പുറപ്പെടുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഇവിടെ മേ ചലനെ കേലിയേ ഹി നിക്കലാഹൂം എന്ന് പറഞ്ഞാൽ ഞാൻ നടക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇറങ്ങിയതാണ്. നിങ്ങൾക്കെന്നെ എപ്പോൾ വേണമെങ്കിലും കാണാൻ കഴിയും. തും മുझे കഭി ഭി മിൽ സക്തേ ഹോ. നിനക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വന്ന് കാണാൻ പറ്റും എന്നുള്ള അർത്ഥമാണ്. തും മുझे കഭി ഭി, എപ്പോൾ വേണമെങ്കിലും, കഭി ഭി മിൽ സക്തേ ഹോ, കാണാൻ വരാൻ പറ്റും എന്നുള്ള അർത്ഥമാണ്. തും മുझे കഭി ഭി മിൽ സക്തേ ഹോ. എന്നെ മറക്കരുത്. അതെങ്ങനെ പറയാം? മുझे ഭൂൽനാ മത്. മുझे ഭൂൽനാ മത്, എന്നെ മറക്കരുത്. ഫോൺ ചെയ്തുകൊണ്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്യണം എന്നുള്ള അർത്ഥമാണ്. ഫോൺ ചെയ്യണം. അതെങ്ങനെ പറയും? ഫോൺ കർത്തേ രഹന എന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നുള്ള അർത്ഥത്തിൽ പറയുന്നതാണ്. ഫോൺ കർത്തേ രഹന. ബീച്ച് ബീച്ച് മേ ഫോൺ കർത്തേ രഹന എന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കണം. ബീച്ച് ബീച്ച് മേ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ. ആരും എപ്പോഴും ശരിയാവണമെന്നില്ല എന്ന് പറഞ്ഞാൽ ഒരാൾ എപ്പോഴും ശരിയാവണമെന്നില്ല, ചിലപ്പോൾ അവർക്ക് തെറ്റും പറ്റും എന്നുള്ള അർത്ഥത്തിൽ പറയുകയാണ്. കോയി ഭി, ആരും തന്നെ. കോയി ഭി ഹമേശ, എപ്പോഴും. സഹി നഹി ഹോത്ത, സഹി എന്ന് പറഞ്ഞാൽ ശരി, പറയുന്നതെല്ലാം കറക്റ്റ് എന്നുള്ളത്. സഹി നഹി ഹോത്ത, ശരിയാവണമെന്നില്ല. കോയി ഭി ഹമേശ സഹി നഹി ഹോത്ത, ആരും എപ്പോഴും ശരിയാവണമെന്നില്ല. ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിലല്ല ഉള്ളത്. അതെങ്ങനെ ഹിന്ദിയിൽ പറയാം? ചില കാര്യങ്ങൾ എന്നുള്ളതിന് കുച്ച് ചീസേം. കുച്ച് ചീസേം ഹമാരെ ഹാത്തോമേ, നമ്മുടെ കയ്യിൽ. ഹമാരെ ഹാത്തോമേ, നമ്മുടെ കയ്യിൽ അല്ല ഉള്ളതെന്നുള്ളതിന് നഹി ഹോത്തി. നഹി ഹോത്തി. കുച്ച് ചീസേ ഹമാരെ ഹാത്തോമേ നഹി ഹോത്തി. ചില കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിലല്ല എന്നുള്ളതിനാണ് നമ്മളങ്ങനെ പറയുന്നത്, നമ്മുടെ കയ്യിലല്ല എന്ന്. കുച്ച് ചീസേ ഹമാരെ ഹാത്തോമേ നഹി ഹോത്തി. എല്ലാവർക്കും അവരവരുടെ ചിന്തയുണ്ട് അല്ലെങ്കിൽ ആലോചനയുണ്ട്. അതെങ്ങനെ ഹിന്ദിയിൽ പറയും? സബ്കോ, എല്ലാവർക്കും. അപ്പനി അപ്പനി, അവരവരുടെ. സോച്ചേ, എന്ത് കാര്യത്തിനെക്കുറിച്ചും എല്ലാവർക്കും അവരവരുടേതായ ഒരു ചിന്തയുണ്ട്, അല്ലെ ഒരു അഭിപ്രായമുണ്ട്, അല്ലേ? ഒരു എന്താണ് പറയുന്നതിന്, ഒരു ആലോചനയുണ്ട്. സബ്കോ അപ്പനി അപ്പനി സോച്ചേ. എന്തെങ്കിലും പറയാനുണ്ടോ? കുച്ച് കഹനാ ഹേ ക്യാ. എന്തെങ്കിലും പറയാനുണ്ടോ? കുച്ച് കഹനാ ഹേ ക്യാ. അല്ലെങ്കിൽ കുച്ച് ബോൽനാ ഹേ ക്യാ, എന്തെങ്കിലും പറയാനുണ്ടോ, അങ്ങനെ ചോദിക്കാം. എനിക്ക് കേൾക്കേണ്ട. അതെങ്ങനെ പറയും? മുझे നഹി സുന്നാ ഹേ. മുझे നഹി സുന്നാ ഹേ, എനിക്ക് കേൾക്കണ്ട. നിങ്ങൾ കേട്ടേ പറ്റൂ. അതെങ്ങനെ പറയും? തുമേ സുന്നാ ഹി പടേഗ. കേട്ടേ പറ്റൂ. സുന്നാ ഹി പടേഗ. പറഞ്ഞേ പറ്റൂ. അതെങ്ങനെ പറയും? ബോൽനാ ഹി പടേഗ. അല്ലെങ്കിൽ എഴുതിയേ പറ്റൂ. ലിഖ്നാ ഹി പടേഗ.
പഠിച്ചേ പറ്റൂ, പഠനാ ഹി പടേഗ, അങ്ങനെ നമുക്ക് പറയാം. നിങ്ങൾ എവിടെയോ പോകുകയാണെന്ന് ഞാൻ കേട്ടല്ലോ. അതെങ്ങനെ ചോദിക്കാം? മേനെ സുന തും കഹി ജാനേ വാലേ ഹോ, നീ എവിടെയോ പോകാൻ പോവുകയാണെന്ന് ഞാൻ കേട്ടല്ലോ. അതെങ്ങനെ പറയാം? മേനെ സുന തും കഹി ജാനേ വാലേ ഹോ. ഞാൻ കുറച്ച് നേരത്തിനുള്ളിൽ ഇറങ്ങാനിരിക്കുകയായിരുന്നു. തോടി ദേർമേൻ, തോടി ദേർമേൻ എന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തിൽ. നിക്കൽനെ വാലാ ഹി ഥാ, ഇറങ്ങാനായിട്ടിരിക്കുകയായിരുന്നു. ഥാ ആയിരുന്നു, നിക്കൽനെ വാലാ ഹി ഥാ, ഇറങ്ങാനിരിക്കുകയായിരുന്നു. മേ തോടി ദേർമേ നിക്കൽനെ വാലാ ഹി ഥാ, ഞാൻ കുറച്ച് നേരത്തിൽ ഇറങ്ങാനിരിക്കുകയായിരുന്നു. ഞാൻ നിന്നെ പോകാൻ വിടില്ല. അതെങ്ങനെ പറയാം? പോകാൻ അനുവദിക്കില്ല എന്നുള്ള അർത്ഥമാണ്. മേൻ തുമേ ജാനേ നഹി ദൂങ്ക, ജാനേ നഹി ദൂങ്ക എന്ന് പറഞ്ഞാൽ പോകാൻ വിടില്ല അല്ലെങ്കിൽ പോകാൻ അനുവദിക്കില്ല. തുമേ എന്ന് പറഞ്ഞാൽ നിന്നെ, നിങ്ങളെ. മേൻ തുമേ ജാനേ നഹി ദൂങ്ക, ഞാൻ നിന്നെ പോകാൻ അനുവദിക്കില്ല അല്ലെങ്കിൽ പോകാൻ വിടില്ല. അവനെ പോകാൻ അനുവദിക്കൂ അല്ലെങ്കിൽ അവനെ പോകാൻ വിടൂ. ഉസേ ജാനേ ദോ, ഉസേ ജാനേ ദോ, നിങ്ങളിവിടെ നിൽക്കൂ. തും എഹി രുക്കോ, തും എഹി രുക്കോ, ഇവിടെ നിൽക്കൂ. ആദ്യം ജോലി ചെയ്ത് തീർക്കൂ, പിന്നെ പോകൂ. ആദ്യം എന്നുള്ളതിന് പെഹലെ, പെഹലെ കാം ഖത്തം കരോ, ജോലി ചെയ്ത് തീർക്കൂ, പിന്നെ പോകൂ. ഫിർ ജാന, പിന്നെ പോകൂ എന്നുള്ളതിന് ഫിർ ജാന. പെഹലെ കാം ഖത്തം കരോ ഫിർ ജാവോ, ആദ്യം ജോലി ചെയ്ത് തീർക്കൂ, പിന്നെ പോകൂ. നിങ്ങളെ മനസ്സിലാക്കിക്കാൻ വലിയ പാടാണ് അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. തുമേ സംജാന, സംജാന എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കിക്കുക. സംജാന ബഹുത്ത് മുഷ്കിൽ ഹേ, വളരെ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ വളരെ പ്രയാസമാണ്. തുമേ സംജാന ബഹുത്ത് മുഷ്കിൽ ഹേ, നിങ്ങളെ മനസ്സിലാക്കിക്കാൻ വലിയ പാടാണ്. നിന്നോട് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. തുമേ എന്ന് പറഞ്ഞാൽ നിന്നോട്. മേ ബഹുത് ബാർ ബോൽ ചുക്കാഹും, ബഹുത്ത് ബാർ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം. ബോൽ ചുക്കാഹു, പറഞ്ഞു കഴിഞ്ഞു. ചുക്കാഹു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാര്യം പറയുക. മേ തുമേ ബഹുത് ബാർ ബോൽ ചുക്കാഹു, പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യമായിട്ട് നിന്നോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മേ തുമേ ബഹുത് ബാർ ബോൽ ചുക്കാഹു. അവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഉസ്കി ബാത്തോംബർ എന്ന് പറഞ്ഞാൽ അവൻ പറയുന്നത്. ഭരോസ മത് കരോ, ഭരോസ കർണ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക. ഭരോസ മത് കരോ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. ഉസ്കി ബാത്തോംബർ ഭരോസ മത് കരോ, അവൻ പറയുന്നത് വിശ്വസിക്കരുത്. നിങ്ങൾ തികച്ചും ശരിയാണ് പറയുന്നത്. തും ബിൽക്കുൽ, ബിൽക്കുൽ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും തികച്ചും. ഠീക് കഹ് രഹേ ഹോ, ശരിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തും ബിൽക്കുൽ ഠീക് കഹ് രഹേ ഹോ, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവനായും ശരിയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡെയിലി യൂസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് പറഞ്ഞിരിക്കുന്നത്. അത് വീണ്ടും വീണ്ടും കേട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഇതെപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. അടുത്ത വീഡിയോയുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. താങ്ക്